Hey guys and welcome back to Vandi Malayalam and welcome to another episode of Safety Sundays. സേഫ്റ്റി സൺഡേയിൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ 5 മാസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പുതിയ ഹെൽമെറ്റിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. സോ ഗൈസ്, ഇതാണ് എൻ്റെ NSK K5R. നിങ്ങളൊരു 6000 രൂപയ്ക്കുള്ളിൽ നല്ല അടിപൊളി ഒരു സ്പോർട്സ് ഹെൽമെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു മോഡലാണിത്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണുന്നതിൽ ഒരുപാട് പേർക്ക് NSK എന്ന് പറയുന്ന ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് നെയിം ഒരു പുതുമയുള്ളതായിരിക്കും. NSK അങ്ങനെ കോമൺ ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ എല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു പേരായിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് KYT എന്ന് പറഞ്ഞാലോ അല്ലെന്നുണ്ടെങ്കിൽ AGV എന്ന് പറഞ്ഞാലോ ഒക്കെ തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ MT പോലുള്ള ബ്രാൻഡുകളൊക്കെ നല്ല പോപ്പുലറാണ്. പക്ഷേ NSK അത്രത്തോളം പോപ്പുലറല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹെൽമെറ്റ് നിങ്ങൾ ഷോപ്പിൽ കണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇതിനെ അവോയ്ഡ് ചെയ്ത് വിടുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വർത്തിട്ടായിട്ടുള്ള ഒരു അടിപൊളി ഹെൽമെറ്റാണിത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവാൻ കാരണം എന്നുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഇതൊരു ഏഷ്യൻ ബ്രാൻഡാണ്. ഇന്തോനേഷ്യയിലാണ് NSK എന്നുള്ളൊരു ബ്രാൻഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇവർ Moto2, Moto E പോലെയുള്ള വേൾഡ് റേസിംഗ് ചാമ്പ്യൻഷിപ്പുകളിലേക്കൊക്കെ തന്നെ റൈഡേഴ്സിന് ഹെൽമെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു ഗ്രാഫിക്സിൻ്റെ പേര് തന്നെ മാർക്ക് ഗ്രസിയ എന്നാണ്. അതൊരു സ്പാനിഷ് റൈഡറാണ്. പുള്ളിയുടെ Moto2 വിന്നിങ് ടൈമിൽ ഉപയോഗിച്ചിരുന്നത് NSKയുടെ ഹെൽമെറ്റാണ്. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെൽമെറ്റിൻ്റെ സിമിലർ കളർ ആൻഡ് ഗ്രാഫിക്സ് കോമ്പിനേഷനിൽ വരുന്ന ആ ഒരു ഗ്രാഫിക്സ് ആണ് എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സിലും പ്ലെയിൻ കളേഴ്സിലും നമുക്ക് NSKയുടെ K5R എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. സേഫ്റ്റി ആസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ല ഒരു സേഫ് ഹെൽമെറ്റ് ആണ് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ. ഇതിൻ്റെ ഔട്ടർ ഷെല്ല് നിർമ്മിച്ചിരിക്കുന്നത് അഡ്വാൻസ്ഡ് തെർമോ പോളിമർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ലൈറ്റ് വെയ്റ്റും ഡ്യൂറബിളും കൂടിയാണ്. യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള ECEയുടെ ഏറ്റവും ലേറ്റസ്റ്റ് റെഗുലേഷൻ ആയിട്ടുള്ള 22.06 എന്നുള്ള റെഗുലേഷൻ പാലിക്കുന്ന ഒരു ഹെൽമെറ്റാണിത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല സേഫ് ആയിട്ടുള്ളൊരു ഹെൽമെറ്റാണ്. അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ISI സ്റ്റാൻഡേർഡ്സും ഇത് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇന്ത്യയിൽ ഇത് ഉപയോഗിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. അങ്ങനെ സേഫർ ആയിട്ടുള്ള നല്ല ഒരു ലൈറ്റ് വെയ്റ്റ് ഹെൽമെറ്റാണ് നോക്കുന്നുണ്ടെങ്കിൽ പറ്റിയ ഒന്നാണ് NSK K5R എന്ന് പറയുന്നത്. ഇനി കംഫർട്ട് എന്നുള്ളൊരു ആസ്പെക്റ്റാണ് ഇതിൽ മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതെനിക്ക് ഇത്രയും കാലം യൂസ് ചെയ്തപ്പം എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന MT ഹെൽമെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് വ്യത്യാസം ഫീൽ ചെയ്തത് ഈ ഒരു ഹെൽമെറ്റിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഇതൊരു ഏഷ്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഏഷ്യൻ ഹെഡ് സൈസുകൾക്കനുസരിച്ചും ഏഷ്യൻ ഹെഡ് ഫിറ്റിനനുസരിച്ചുമാണ് ഇത് കമ്പനി നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രം ഡേ വൺ നമ്മളിത് ഷോറൂമിൽ നിന്ന് വാങ്ങിച്ച് അവിടുന്ന് തന്നെ നമ്മുടെ തലയിൽ വെച്ചുകൊണ്ട് ഒരു 100-150 കിലോമീറ്റർ ഓടിച്ചെന്ന് പറഞ്ഞാലും തലയുടെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പ്രഷർ പോയിൻറ്റ്സ് ഫീൽ ചെയ്യാനേ സാധിക്കില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെനിക്ക് ഇതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ കയ്യിൽ ഒരു KYT ഹെൽമെറ്റും കൂടിയുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാണാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ഞാൻ ആദ്യം ഉപയോഗിക്കുന്ന സമയത്തേക്ക് എൻ്റെ തലയുടെ ഈ പുറകിലത്തെ ഈ 2 ഭാഗത്തും നല്ല രീതിക്ക് എനിക്ക് പെയിൻ അനുഭവപ്പെടുമായിരുന്നു. പ്രത്യേകിച്ച് അതൊരു റേസ് ഹെൽമെറ്റാണ്. റേസിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹെൽമെറ്റാണ്. അതൊരു കാരണം. മാത്രമല്ല, അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ കൂടിയും 10 മിനിറ്റോ 15 മിനിറ്റോ വെക്കുമ്പോൾ തന്നെ എനിക്ക് ഇവിടെ പ്രഷർ പോയിൻറ്റ്സ് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഒരു ഹെൽമെറ്റ് കാര്യത്തിൽ അങ്ങനെയല്ല. ഇത് വെച്ചിട്ട് ഞാൻ ബാംഗ്ലൂർ റൈഡ് ചെയ്തിട്ടുണ്ട്, മാംഗ്ലൂർ റൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒറ്റ സ്ട്രെച്ചിന് നമ്മൾ 300, 400, 500, 600 കിലോമീറ്റർ ഒക്കെ തന്നെ പോകാനായിട്ട് ഈ ഒരു ഹെൽമെറ്റ് കൊണ്ട് സാധിക്കുന്നതാണ്. നല്ല കംഫർട്ടബിളായിട്ട് ഓൾ ഡേ വെയർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഹെൽമെറ്റാണ് NSK K5R എന്ന് പറയുന്നത്. പിന്നീടൊന്ന് ഇതിൻ്റെ പാഡിങ്സ് ആണ്. നമുക്ക് റിമൂവബിൾ ആൻഡ് വാഷബിൾ ആയിട്ടുള്ള ആൻറ്റി അലർജറ്റിക് ആയിട്ടുള്ള പാഡിങ്സ് ആണ് ഈ ഒരു ഹെൽമെറ്റിൽ വന്നിരിക്കുന്നത്. മാത്രമല്ല, നമുക്കിതിൽ എമർജൻസി റിലീസ് സിസ്റ്റം വരുന്നുണ്ട്. സോ ഇൻ കേസ് ഓഫ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ തലേന്ന് ഹെൽമെറ്റ് റിമൂവ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ആ എമർജൻസി റിലീസ് സിസ്റ്റത്തിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഷെല്ല് നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചറും കൂടെ ഈ ഒരു പ്രൈസിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. പിന്നീട് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫോം വളരെ കംഫർട്ടബിൾ ആണ്. കൂടെ തന്നെ ഇതിനുള്ളിലേക്ക് വരുന്ന നോയ്സിനെ കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടെ ഈ ഫോമിന് കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ MT-മായിട്ടോ അല്ലെങ്കിൽ KYT-മായിട്ടോ കമ്പയർ ചെയ്യുന്ന സമയത്തേക്ക് കുറച്ചും കൂടെ ലെസ് നോയ്സേ എനിക്ക് ഈ ഒരു ഹെൽമെറ്റിൽ ഫീൽ ചെയ്യുന്നുള്ളൂ. എസ്പെഷ്യലി നമ്മളൊരു 60-70 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന സമയത്താണ് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതിന് മുകളിലേക്കുള്ള സ്പീഡിലേക്ക് ഏതൊരു ഹെൽമെറ്റ് നിങ്ങൾ വെച്ചെന്ന് പറഞ്ഞാലും വിൻ നോയ്സ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു സ്പീഡുകൾ, ലോ സ്പീഡുകളിൽ കിട്ടുന്ന വിൻ നോയ്സ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് നമ്മുടെ ഈ ഒരു NSK K5R മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക്. അതും എനിക്കിതിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾ വളരെ ശാന്തമായിട്ട് ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അതായത് വലിയ നോയ്സ് ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെൽമെറ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ സ്പീക്കർ പോക്കറ്റ്സ് ഇതിൽ വരുന്നുണ്ട്. സോ നമുക്ക് ഇൻ്റർകോംസ് ഈസി ആയിട്ട് ഇതിൽ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നില്ല. കറൻറ്റ്ലി ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ MT-ന്ന് ഞാൻ ഇതിലേക്ക് മാറ്റി വെക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. ടൈം കിട്ടിയില്ലാത്തതുകൊണ്ടാണ്. ഡിസൈൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല എയറോ ഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഡിസൈനാണ്. ബാക്കിൽ നമുക്ക് നല്ല ഒരു ഫംഗ്ഷണൽ ആയിട്ട് തന്നെയുള്ള വിൻ സ്പോയിലർ വരുന്നുണ്ട്. ഇനി
എയർ വെന്റിലേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിൻ ഏരിയയിൽ വളരെ വലിയ ഒരു എയർ വെന്റിലേഷൻ വരുന്നുണ്ട്. വലുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന മറ്റ് ഹെൽമെറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു യൂണിറ്റ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. കാരണം ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ മഴ പെയ്യുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് വെള്ളം അടിച്ചകത്തേക്ക് കയറി. ഈവൻ ചാറ്റൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ സാധിക്കും. അത്രയ്ക്ക് വലിയ വെന്റിലേഷൻ സിസ്റ്റമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുള്ള സമയത്തൊക്കെ തന്നെ പെട്ടെന്ന് ഹെൽമെറ്റിനകം തണുപ്പിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ ചില ആളുകൾക്ക് ഹെൽമെറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ബ്രീത്തിങ്ങിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നാൻ സാധ്യതയുള്ളവരുടെ ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെൽമെറ്റാണിത്. കാരണം നല്ല രീതിക്ക് കറക്റ്റ് നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ ഇവിടേക്ക് തന്നെ കാറ്റ് ഇങ്ങനെ അടിക്കുന്ന രീതിക്കാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഹെൽമെറ്റ് വെച്ചിട്ട് ശ്വാസം മുട്ടുന്നതായിട്ടുള്ളൊരു ഫീല് തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നിയിട്ടില്ല, നിങ്ങൾക്കും തോന്നുമെന്ന് എനിക്കങ്ങനെ ഒരു തോന്നലില്ല. ഓക്കെ, ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പ് ഏരിയയിലാണ് ഇൻലെറ്റ് വരുന്നത്. അത് നമുക്ക് ക്ലോസും ഓപ്പണും ചെയ്യാൻ സാധിക്കും. ബാക്കിൽ ഇവിടെയാണ് എക്സോസ്റ്റ് വരുന്നത്. ഇത് നമുക്ക് ഓപ്പണോ ക്ലോസോ ചെയ്യാൻ സാധിക്കില്ല. കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഇതുവഴി അകത്തോട്ട് കയറാൻ പോകുന്നില്ല, ഇതുവഴി അകത്തോട്ട് കയറാൻ പോകുന്നില്ല. പക്ഷേ ഇത് നിങ്ങൾ മഴയത്ത് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇതുവഴി വെള്ളം അകത്തോട്ട് കയറും. അപ്പോൾ നമ്മൾ അടച്ച് തന്നെ എപ്പോഴും വരണം. വൈസർ മെക്കാനിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യുവൽ വൈസറാണ് വന്നിരിക്കുന്നത്. ഒന്നതായി കാണുന്ന 2.5 mm തിക്നെസ് ഉള്ള പോളികാർബണേറ്റ് വൈസറാണ്. ഇത് മൾട്ടി സ്റ്റെപ്പ് അഡ്ജസ്റ്റബിലിറ്റി നമുക്കിതിൽ കിട്ടുന്നുണ്ട്. വളരെ നല്ല ഒപ്റ്റിക്കലി കറക്റ്റഡ് ആയിട്ടുള്ള ഒരു നല്ല ക്ലിയർ വൈസറാണ്. ഇത് ഇപ്പോൾ ഇച്ചിരി ഡേർട്ടി കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് ക്ലീൻ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തേക്ക് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഒരു റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കാൻ സാധിക്കും. മഴയത്താണെങ്കിൽ കൂടി നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ വിസിബിലിറ്റി കിട്ടും. പെട്ടെന്ന് ഫോഗപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അതുപോലെയുള്ള മഴയത്തൊക്കെ തന്നെ ഫോഗപ്പ് ആവും. എന്നാൽ ചെറിയ ചെറിയ ചാനൽ വരുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹെൽമെറ്റുകളിൽ പെട്ടെന്ന് ഫോഗപ്പ് ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് പെട്ടെന്ന് ഇതിലങ്ങനെ ഫോഗപ്പ് ആവാറില്ല. മാത്രമല്ല നമുക്ക് ഇവിടെ ഒരു നോസ് വിൻഡ് ഡിഫ്ലക്ടറും കൂടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അകത്തെ സൺവൈസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബെസ്റ്റ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കുന്ന ഒരു സൺവൈസറാണ്. കാരണം എൻറ്റയർ പോർഷൻ നമുക്കിതിൽ കവറായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ MD യൂസ് ചെയ്തപ്പോഴൊക്കെ തന്നെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വൈസർ അടയ്ക്കുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ക്ലോഷറാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നും. മാത്രമല്ല നല്ല രീതിക്ക് തന്നെ വെയിലിനെ ഇത് കട്ട് ഡൗൺ ചെയ്യും. ആ ഒരു UV കട്ട് ഡൗൺ പ്രോപ്പർട്ടീസൊക്കെ തന്നെ നല്ല പ്രോപ്പറാണ്. നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ കണ്ണിങ്ങനെ പിടിച്ചോടിക്കേണ്ട സമയത്ത് പോലും ഇതിട്ട് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളായിട്ട് കൂളായിട്ട് നമുക്ക് ഈ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. ഈ ഒരു മെക്കാനിസം അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ്. പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ നോ കംപ്ലയിൻറ്റ്സ് അബൌട്ട് ദാറ്റ്. വെയിറ്റ് ആണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇതുവരെ ഉപയോഗിച്ചതിൽ വെച്ച് വൺ ഓഫ് ദ ലൈറ്റസ്റ്റ് ഹെൽമെറ്റാണ് ഈ ഒരു NSK K5R എന്ന് പറയുന്നത്. 1450 ഗ്രാമാണ് ഓൺ പേപ്പർ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പക്ഷേ ഞങ്ങളിത് ഡിജിറ്റൽ ത്രാസിൽ തൂക്കി നോക്കിയപ്പോഴത്തേക്ക് 1400 ഗ്രാംസ് മാത്രമേ അതിൽ കാണാൻ സാധിച്ചുള്ളൂ. സോ ആ ഒരു വെയിറ്റ് പേപ്പറിൽ കാണുന്നത് മാത്രമല്ല നമ്മളിത് ഉപയോഗിക്കുമ്പോഴും നല്ല സർപ്രൈസിങ് ആയിട്ട് തോന്നും. കാരണം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റാണ്. അതുമാത്രമല്ല ഈ ഒരു വെയിറ്റ് ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതും വളരെ നന്നായിട്ട് തന്നെയാണ്. നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഫ്രണ്ട് ഹെവിയോ ബാക്ക് ഹെവിയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അൺഈവൻ ബാലൻസുകളോ ഒന്നും തന്നെ ഇല്ല. നല്ല കോമ്പാക്ട് സൈസിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്, ഒരു 2000 രൂപയുടെയൊക്കെ ഹെൽമെറ്റ് വെക്കുന്ന ഒരു ലാഘവത്തോടെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്പോർട്സ് ഹെൽമെറ്റാണിത്. അത് വളരെ വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് ഇതിനെപ്പറ്റി. കാരണം ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ MD Thunder 3 കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു വലിയ ഡിഫറൻസ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിച്ചതിൽ പിന്നെ എനിക്ക് Thunder 3 ഉപയോഗിക്കാനേ തോന്നിയിട്ടില്ല. അതുപോലെ കംഫർട്ടബിളും ഈസി ടു യൂസ് ആയിട്ടുള്ള വളരെ കോമ്പാക്ട് സൈസിൽ വരുന്ന നല്ല സ്റ്റൈലിഷ് ലുക്ക് വരുന്ന ഒരു ഹെൽമെറ്റാണ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ 22.06 ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഡബിൾ ടീറിംഗ് ആണ്. KYT NC റേസിനെക്കാളും കംഫർട്ടബിളായിട്ടും ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡബിൾ ടീറിംഗ് ആണ്. കാരണം ഈ സ്ട്രാപ്പിന് അത്യാവശ്യം നല്ല നീളമുണ്ട്. എനിക്ക് KYT NC റേസിൽ അനുഭവപ്പെട്ട ഏറ്റവും വലിയൊരു ഡ്രോബാക്കാണ് അതിൻ്റെ സ്ട്രാപ്പിന് അത്ര നീളമില്ല. നമ്മളിതിനെ കയറ്റി വെച്ചാൽ തന്നെ പിന്നെ കുറച്ച് ഏരിയ മാത്രമേ വരത്തുള്ളൂ നമുക്ക് കൊണ്ടുവന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ട്. പക്ഷേ അതങ്ങനെ കൊടുക്കുന്നതിനൊരു റീസൺ ഉണ്ട്. കാരണം അതൊരു റേസ് ഹെൽമെറ്റാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് നീളം കൂടുതൽ കൊടുക്കേണ്ട ആവശ്യം ആ ഹെൽമെറ്റിൽ വരുന്നില്ല. എക്സാക്ട് സെയിം ലെങ്ത് മാത്രമേ അതിൽ വരുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അതിൻ്റെ റിവ്യൂവിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ ഇത് നമുക്ക് സ്ട്രീറ്റ് യൂസിന് വളരെ കംഫർട്ടബിളാണ്. കാരണം സ്ട്രീറ്റ് യൂസ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഹെൽമെറ്റ് ഊരുക ഒക്കെ തന്നെ ചെയ്യാറുണ്ട്. സോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തേക്ക് നല്ല കംഫർട്ടബിളായിട്ട് തന്നെ എനിക്ക് ഒരു ഡബിൾ ഡീറിങ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഡീറിങ്സ് ആണ്. ഇതുവരെ ഇതിൽ തുരുമ്പ് കയറുക അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അലമ്പ് ഇതിൻ്റെ പെയിൻറ്റ് പോവുക അല്ലെങ്കിൽ സ്ട്രാപ്പിന് എന്തെങ്കിലും പിഞ്ചിങ് വരിക അങ്ങനത്തെ ഒരു കാര്യങ്ങളും എനിക്കിതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. 5 മാസം ഞാനിത് ഉപയോഗിച്ചെന്ന് പറഞ്ഞതിൽ 5 മാസം നല്ല ഇൻറ്റൻസ് ആയിട്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. മഴയത്തോടിച്ചു, വെയിലത്തോടിച്ചു, ലോങ് ഡ്രൈവ് ഓടിച്ചു, ഷോർട്ട് ഡ്രൈവ് ഓടിച്ചു, സിറ്റിയിൽ ഓടിച്ചു, അങ്ങനെ ഒരുമാതിരി എല്ലാ സിറ്റുവേഷൻസിലും ഞാൻ ഈ ഒരു ഹെൽമെറ്റ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതുവരെയും ഇതിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു നെഗറ്റീവായിട്ട് പറയേണ്ടതായിട്ടൊരു കാര്യമേ അനുഭവപ്പെട്ടിട്ടില്ല. 5700 രൂപയാണ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി വെർത്ത് ഇറ്റ് ആയിട്ടുള്ളൊരു ഹെൽമെറ്റ് തന്നെയാണിത്. കാരണം
6000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഫീച്ചർ, സേഫ്റ്റിക്ക് സേഫ്റ്റി, കംഫർട്ട് പോലെയുള്ള എല്ലാ കാര്യങ്ങളും തരുന്ന ഒരു അടിപൊളി ഹെൽമെറ്റാണിത്. പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ട് അത്ര വെൽ അവെയർ അല്ലാത്തതുകൊണ്ട് ആളുകൾ ഇതിൽ നിന്നും ഒഴിവായി പോകുന്നു എന്നുള്ളത് മാത്രമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പാഡിങ്ങിൻ്റെ ഈ ഒരു മെറ്റീരിയലാണ്. അതായത് നമ്മളിങ്ങനെ കൈകൊണ്ട് പിടിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കിതൊരു സുഖക്കുറവ് പലർക്കും തോന്നുന്നുണ്ടെങ്കിലും ഇതൊന്ന് വെച്ച് കുറച്ച് ദൂരം വണ്ടി ഓടിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത് എന്തോരം കംഫർട്ടബിൾ ആണെന്നുള്ള ഫീൽ കിട്ടുള്ളൂ. കാരണം നല്ല പ്രീമിയം ക്വാളിറ്റി പാഡിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈവൻ MDയിലുള്ളതിനേക്കാളും പ്രീമിയമായിട്ട് നമുക്കിത് ഫീൽ ചെയ്യാൻ മാത്രമല്ല പ്രീമിയം ആണിത്. ഉപയോഗിക്കുന്ന സമയത്ത് അത് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ സ്വെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൽ അത് പിന്നീട് ഇരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനോ പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പെട്ടെന്ന് ഇത് ഡ്രൈ ഓഫ് ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം K-weight ഞാൻ യൂസ് ചെയ്തിട്ട് പിന്നെ ഹെൽമെറ്റ് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്വെറ്റ് നമ്മുടെ കയ്യിലേക്ക് തിരിച്ച് വരും. അതായത് ആ പാഡിങ് നമുക്ക് ആ സ്വെറ്റ് തിരിച്ച് റിലീസ് ചെയ്യും. പക്ഷേ ഇതിലങ്ങനെയല്ല. ആ ഉള്ള സ്വെറ്റിനെ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ഹെൽമെറ്റ് ഒന്നുകൂടെ എടുത്ത് വെക്കുമ്പോഴാണെന്നുണ്ടെങ്കിലോ ക്യാരി ചെയ്തുകൊണ്ട് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഹെൽമെറ്റിനെ പറ്റി എനിക്കുള്ള അഭിപ്രായം. നിങ്ങൾക്ക് ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂസർ റിവ്യൂ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതോ വിയോജിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ സേഫ്റ്റി സൺഡേ സീരീസ് ചെയ്യുന്നതാണ്. അതിലിങ്ങനെ ഓരോ ഹെൽമെറ്റ്സ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പല ബഡ്ജറ്റ് റേഞ്ചിലുള്ള പല ടൈപ്പ് പല കാറ്റഗറി ഓഫ് ഗിയേഴ്സാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സീരീസ് ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിരിക്കുക. അതിൽ നമ്മൾ സർവേസും കാര്യങ്ങളൊക്കെ ഇടും. നിങ്ങൾക്ക് ഏത് ഹെൽമെറ്റാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റിക്വയർമെൻറ്റ്സോ റിക്വസ്റ്റുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂ അറിയിക്കാനായിട്ട് മടിക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു സേഫ്റ്റി സൺഡേ വീഡിയോയിലും മറ്റൊരു റൈഡിംഗ് കയറുമായിട്ട് കാണുന്നത് ഇറ്റ്സ് മീ നിതിൻ സൈനിങ്.